സുലോനെ നീ ഒരു കാര്യം പറഞ്ഞോ? ഇല്ല. നമ്മുടെ ശേഖരമ്മാവനില്ലേ, അമ്മാവനും നളിനി അമ്മായിയും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഉച്ചയ്ക്ക്. അവര് വേറെന്തോ കാര്യത്തിന് വേണ്ടി വരുന്നതാ. അപ്പൊ ഉച്ചയൂണ് ഇവിടെ ഒന്ന് കഴിക്കാന്ന് പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്കോ? അയ്യോ, സദ്യ ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ല. അതിന് സദ്യ ഒന്നും ഉണ്ടാക്കണ്ട. ഈ ശേഖര അമ്മാവനാണെങ്കിൽ ആളൊരു നോൺ വെജിറ്റേറിയൻ ആണ്. ചിക്കനാണ് പുള്ളിക്കാരന്റെ ഇഷ്ട വിഭവം. നീ സാധാരണ ഉണ്ടാക്കുന്ന കറികളുടെ കൂട്ടത്തില് അസല് ചിക്കൻ കൂടെ അങ്ങ് വെച്ചാൽ മതി. അവരാദ്യമായിട്ട് വീട്ടിൽ വരുന്നതല്ലേ, മര്യാദക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? അവരൊന്നും വിചാരിക്കാനൊന്നും പോണില്ല. ഇല്ല, വിചാരിക്കും. ഓമനെ കൊണ്ടുള്ള ഭാര്യയ്ക്ക് ഒന്നും അറിയില്ലെന്ന് വിചാരിക്കും. എടി, നീ ഇവിടെ സാധാരണ ഉണ്ടാക്കുന്ന കറികൾക്ക് ഇവിടെ ആരും കുറ്റമൊന്നും പറയാറില്ലല്ലോ. അതുപോലെ ഒരു കറി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഒരു ഐഡിയ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജോർജുട്ടൻ വീട്ടിൽ പോയപ്പോ ആലീസ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി തന്നില്ലേ, അതെങ്ങനെയുണ്ട്? അത് നല്ല സൂപ്പർ അല്ലേ? ഞാനന്ന് ആലീസിനോട് ചോദിച്ചതാ അങ്ങനെ ഒരു കറി വെക്കാൻ എന്നെയും കൂടെ പഠിപ്പിക്കാന്ന് ആലീസ് പറയുകയും ചെയ്തു. അങ്ങനെ നമുക്ക് വെച്ച് നോക്കിയാലോ? എടി, അതൊക്കെ ഇനിയിപ്പോ പഠിച്ചിട്ട് കറി വെക്കാനുള്ള സമയമുണ്ടോ? ഒരു ചിക്കൻ കറി വെക്കാൻ എത്ര സമയം വേണം? ഞാൻ ആലീസിനൊന്ന് വിളിച്ചാലോ? വിളിക്കണൊക്കെ കൊള്ളാം. പക്ഷെ വിളിക്കണത് ആലീസിനെയാണ്. ഒന്ന് സൂക്ഷിച്ചോണം. അല്ല, എന്റെ അമ്മാവന്റെ അമ്മയുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ നീ കറി വെക്കാൻ പോണത്. നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട എന്ന് വിചാരിച്ച് ആലീസ് വല്ല പണി ഒപ്പിച്ചാലോ? ആലീസ് അങ്ങനെയൊന്നും ചെയ്യില്ല. ആലീസ് അങ്ങനെ ചെയ്യൂലെന്നാ. ആലീസിന്റെ കഥകളൊന്നും നിനക്ക് അറിയാത്തതുകൊണ്ടാ. ആലീസിന്റെ കൊടൂരമായ കഥകൾ ഇഷ്ടം പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസമേ ആ ജോർജ് കുട്ടി എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവാ. ആ കാര്യം കേട്ടാ നീ ഞെട്ടിത്തരിക്കും. ഞെട്ടാൻ തയ്യാറാണോ? പറയട്ടെ. ചിറ്റപ്പൻ ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് ഉച്ചയൂണ് കഴിക്കാൻ. എടി പൊന്നോളെ, ഞാൻ പവിത്രനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇറച്ചി മീനും മുട്ടയൊക്കെ മേടിച്ചോണ്ട് വരും. എന്റെ പൊന്നു, കുറച്ച് സമയം മതിയല്ലോ. ഉച്ചയാകുമ്പോഴേക്കും നല്ല കിടിലൊരു ഫുഡ് ഉണ്ടാക്കി വെക്ക്. ഞാൻ ഉറപ്പായിട്ടും അടുക്കളയിൽ കയറത്തില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചിറ്റപ്പൻ കഴിക്കത്തുമില്ല. തീർച്ചയാണോ? തീർച്ച. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കിയല്ലേ പറ്റുള്ളൂ. നോക്കിക്കോ. വീട്ടിൽ വരുന്ന ആളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കിക്കോളാം. ഹലോ, എന്റെ ആലീസ് വീട്ടിലൊരു ഗസ്റ്റ് വരാൻ നിർത്തുന്നത് നിങ്ങൾ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുവാണോ ഇത്? ആര് പറഞ്ഞു ഞാൻ ഉറങ്ങുമായിരുന്നെന്ന്? അല്ല, ആരോ വരുന്നുണ്ട്. ആലീസിനെ കൊണ്ട് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അടുക്കളയിലെ പണിയൊന്നും തീരത്തില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ആഹാരം മേടിക്കാൻ ഡോക്ടർ വിളിച്ചു പറഞ്ഞായിരുന്നേ. എന്താ, നമ്മുടെ രാജധാനി ഹോട്ടലിലെ ചിക്കൻ കറിയും ബീഫ് ഫ്രൈയാ. എടുക്കാൻ സാധനം. എന്റെ ചിക്കൻ കറിക്ക് ഉപ്പ് കുറവ്. അങ്ങനെ കറക്റ്റ് ഉപ്പായിട്ട് ചിറ്റപ്പൻ കഴിക്കണ്ട. ചിറ്റപ്പൻ എപ്പോ വരും? ചിറ്റപ്പം ഉച്ചയൂണിന്റെ സമയത്ത് വരാന്നാ പറഞ്ഞു. അപ്പം വരാറായിട്ടുണ്ടാവും. വരട്ടെ, കാണാൻ ഞാൻ കാത്തിരിക്കുക. അങ്ങനെ വേണം. സ്വന്തം ചിറ്റപ്പൻ വരുമ്പോ ആരായാലും കാത്തിരിക്കും. പിന്നെ അങ്ങനെ എന്റെ സ്വന്തം ചിറ്റപ്പനാവുന്നത് ഇച്ചായന്റെ ചിറ്റപ്പൻ. വർഗീസ് ചിറ്റപ്പൻ എന്റെ ആരുമല്ല. വർഗീസ് ചിറ്റപ്പനാ? വർഗീസ് ചിറ്റപ്പൻ വരുന്നത് നിന്നോട് ആരാ പറഞ്ഞത്? ഇച്ചായനല്ലേ പറഞ്ഞത്. എടി, വർഗീസ് ചിറ്റപ്പൻ അല്ല വരുന്നത്. നിന്റെ അപ്പന്റെ അനിയൻ ചിറ്റപ്പൻ തോമസ് ചിറ്റപ്പനാ വരുന്നത്. തോമസ് ചിറ്റപ്പനാ? തോമസ് ചിറ്റപ്പൻ എന്നിട്ട് ഇച്ചായൻ ആ കാര്യം പറഞ്ഞില്ലല്ലോ. തോമസ് ചിറ്റപ്പനാന്ന് ഇച്ചായൻ പറഞ്ഞ? അതിപ്പോ തോമസ് ചിറ്റപ്പൻ എന്ന് പറയേണ്ട കാര്യം എന്നാ? ചിറ്റപ്പനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചിറ്റപ്പനാണെന്ന് പറഞ്ഞ എന്റെ ചിറ്റപ്പനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? എടീ, നിന്റെ ചിറ്റപ്പൻ എന്ന് പറയുന്നത് എന്റെ ചിറ്റപ്പനുമാണ്. എന്റെ ചിറ്റപ്പൻ എന്ന് പറയുന്നത് നിന്റെ ചിറ്റപ്പനും അല്ലേ. അപ്പൊ ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ ചിറ്റപ്പൻ തന്നെയാണ്. അത് ഏത് ചിറ്റപ്പനാ? എന്ത് ഇപ്പൊ വരുന്നത് തോമസ് ചിറ്റപ്പനാ. എന്നാലും ആ പേരൊന്നും പറയണ്ടായിരുന്നു ഇച്ചായ. കർത്താവെ, കുഴഞ്ഞല്ലേ. ചിറ്റപ്പൻ വരുമ്പോ ഞാൻ എന്ത് കഴിക്കാൻ കൊടുക്കും? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ അതങ്ങ് പോയി. എന്തായിരുന്നാലും അവരാ കറിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറെ കറി വാങ്ങി. ഇനി നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അന്ന് വന്നത് ജോർജ് കുട്ടിയുടെ ചിറ്റപ്പനായിരുന്നെങ്കിലുള്ള അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ ഭക്ഷണക്കാര്യത്തിൽ ആലീസിനെ വിളിച്ച് ഉപദേശം തേടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോണം. കാരണം ആൾ ആലീസാണ്. എനിക്ക് ആകെയുള്ളൊരു അമ്മാവനും അമ്മായിയാണേ, അത് മറക്കല്ലേ. ഹലോ. ഹലോ, ഞാൻ സുലോചനയാ. നമ്പർ കണ്ടപ്പോ മനസ്സിലായി. എന്തുണ്ട്? ആലീസ് തിരക്കിലാണോ? കുറച്ച് തിരക്കില്ല. എന്തായിരുന്നു? എന്നെ ഒരു കാര്യം പഠിപ്പിക്കാന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ചിക്കൻ കറി വെക്കുന്ന കാര്യോ? അതെ, നാളെ കുട്ടേട്ടന്റെ 2 വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ഫോൺ ചെയ്തപ്പോ ഞാൻ ചിക്കൻ കറിയുടെ കാര്യം പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാവോ? അയ്യോ, ഇപ്പോഴോ? ഇപ്പൊ ഞാൻ നല്ല തിരക്കിലാണല്ലോ സുലോചനെ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു തന്നാ മതിയോ? മതി, പക്ഷെ മറക്കല്ലേ, എന്റെ മാനം പോകുന്ന ഏർപ്പാടാ. പിന്നെന്താ, കുറച്ച് കഴിയുമ്പോ വിളിക്കാം. ശരി. ഓക്കെ, ശരി.
അയ്യടാ ഒരു പൊങ്ങച്ചക്കാരി. നീ ബന്ധുക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനായിട്ട് ഞാൻ ചിക്കൻ കറി വെക്കുന്ന പഠിപ്പിച്ചു കൊടുക്കും. ആലിസേ ഒരു ചായ താടി. ആ പൊന്നുകൂടെ വാ. വന്നു എന്റെ പൊന്നെ. എന്നാ എടീ ചാരു കസേര ഇരുന്ന് പത്രം വായിച്ച് തല ഇറങ്ങുന്നു. ഇത് ചാരു കസേര ഇരുന്ന് തല അല്ല ഈ നാട്ടുകട്ടിൽ ഇരുന്നിട്ടേ അത് കാല് നിരത്തിട്ടിരിക്കും. ഇതൊരു സുഖമുണ്ട്. ആ സുലോചന എന്തേ സുലോചന വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തുപറ്റി? അവർക്ക് ആലീസ് എങ്ങനെയാ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കണോന്ന്. നീ പഠിപ്പിച്ചോട്. അന്നൊരു ദിവസം ഇവിടെ വന്നില്ലേ, ആ. അപ്പൊ ഇവിടുന്ന് ചിക്കൻ കറി കഴിച്ചപ്പോഴത്തേക്ക് എന്നോട് അന്നേ പറഞ്ഞായിരുന്നു, ഓ എന്തൊരു ടേസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു തരുമോന്ന്. അന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നത് ഇപ്പഴാ. പഠിപ്പിച്ചു കൊടുടി. കൊടുക്കാം. എന്താ കാര്യം? എന്തേ? അവരുടെ വീട്ടിൽ ആരൊക്കെയോ ബന്ധുക്കാരൊക്കെ വരുന്നെന്ന്. അപ്പൊ അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യണ്ടേ കൊച്ചമ്മയ്ക്ക്? ആഹാ ഇനിയിപ്പോ അവരെ ചിക്കൻ കറിയൊക്കെ വെച്ച് കൊടുത്തിട്ട് പറയും ഇത് ആലിസ് പഠിപ്പിച്ചെന്ന ചിക്കൻ കറിയാണെന്ന്. നീ ഫേമസ് ആവൂലേടി. ഇപ്പൊ തന്നെ പറയും. എന്ത്? ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ, എന്നാടി? ആള് മിടിക്കൊക്കെയാണ്, പക്ഷെ ഒരു ഇച്ചിരി പൊങ്ങച്ചവില്ലേ. ഓടി അവിടെ നിന്റെ തോന്നല. ഓ പഴയ കൂട്ടുകാരിനെ പറഞ്ഞപ്പോ പിടിച്ചില്ല. അയ്യ കൂട്ടുകാരി എനിക്ക് സുലോചന അല്ല എന്റെ കൂട്ടുകാരി, എന്റെ കൂട്ടുകാരന്റെ ഭാര്യ, ഓമനക്കുട്ടന്റെ ഭാര്യ. എന്തോ പാട്ട് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ഉണ്ടല്ല, ഈ ഓമനക്കുട്ടൻ സാറിനെ പറ്റി പറയുമ്പോഴുണ്ടല്ലോ ഈ ചായ, ഈ സുലോചന പറയുന്നതാണേ കുട്ടേട്ടൻ അങ്ങനെയാണ്, കുട്ടേട്ടൻ ഇങ്ങനെയാണ്, ഒക്കെ ഇരിക്കുന്ന കാണണമെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു മോശമല്ലേ സ്വന്തം ഭർത്താവിനെ പറ്റിയിട്ട് നാട്ടുകാരോട് ഇങ്ങനെ പറയുന്നത്. മോശമല്ലേ? മോശമാണോ? മോശമാണ്. അതൊക്കെ ഞാൻ ഈ ചായന് എന്തൊക്കെ കുറവുകളുണ്ട് ഉണ്ട്, പക്ഷെ ഇതൊക്കെ നാട്ടുകാരോട് വിളിച്ച് പറയുന്നുണ്ടാ? ഇല്ല. ഞാൻ എപ്പോഴും ഇച്ചായനെ പറ്റിയിട്ട് പുകഴ്ത്തിയേ പറയാറുള്ളൂ. കുറവുകളാ? ആ ഉണ്ട്. നിന്നെ കുറിച്ച് പറയാൻ തുടങ്ങിയുണ്ടല്ലോ മഹാഭാരതം പറയണ്ടേ. പിന്നെ ഇച്ചായനെ പറ്റി പറഞ്ഞപ്പോ എന്നെ പറ്റി എന്തിനാ പറയണത്? എടി അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ നാട്ടുകാരോടല്ല, നമ്മളോട്. എന്തുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്? അടുപ്പമുള്ളതുകൊണ്ട്. എടി ഒന്നുമില്ലെങ്കിലും അവരുടെ കല്യാണത്തിന് മധ്യസ്ഥം നിന്ന ഞാനല്ലേടി. പൊന്നു ജോർജ് കുട്ടി, കഥയൊക്കെ ഞാൻ അറിഞ്ഞ്. എന്നാ? ഓമനക്കുട്ടൻ സാർ എഴുതിയ ലെറ്ററുമായിട്ട് ഇച്ചായൻ ചെന്നതൊക്കെ ഞാൻ അറിഞ്ഞ്. ഞാനാ ലെറ്റർ കൊണ്ട് കൊടുത്ത്. അത് പറഞ്ഞോ? പക്ഷെ ഉണ്ടല്ലോ, ആ ലെറ്ററും കൊണ്ട് പോയപ്പോഴേ ആ ലെറ്റർ എഴുതിയത് ഇച്ചായനാണെന്ന് ആ സുലോചന വിചാരിച്ചത്. അതിന്റെ അർത്ഥം എന്തുവാ? ഇച്ചായനോട് പണ്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. വേണ്ടാത്ത പറയരുത് കേട്ടോ നീ. എന്തോ അനാവശ്യം പറയുന്ന. ഞാൻ എന്തോ പറഞ്ഞത്? ഇപ്പൊ ഇഷ്ടമില്ല, അന്നുണ്ടായിരുന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എടി നിനക്ക് ചുരിദാർ തയ്ക്കാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നീ അതിന് പോ. എണീറ്റ് പോ. പിന്നെ അടുക്കള കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. പറഞ്ഞപ്പോ പിടിച്ചില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ പല കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് ഒരു ഭാവവും ഈ മുഖത്ത് വരാറില്ല. ഇപ്പൊ സുലോചനനെ പറ്റി പറഞ്ഞപ്പോ പല പല ഭാവങ്ങൾ ഈ മുഖത്ത് മിന്നി മാഞ്ഞു. അടുത്ത കഥയും കൊണ്ട് വരെയാണല്ലോ. കർത്താവെ കാത്തോണേ. അച്ഛാ, ഞാൻ ആലീസിന്റെ വീട് വരെ പോവാണേ. എന്തിന്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോഴേ ഒരു ഗംഭീര ചിക്കൻ കറി ഉണ്ടാക്കി തന്നു. അതെങ്ങനെ ഉണ്ടാക്കുന്നു പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു ആലീസ്. മോളെ സുലോചനെ, നിന്നെക്കാൾ കൂടുതൽ അറിവുള്ള ആളെന്ന നിലയ്ക്ക് ഞാൻ നിനക്കൊരു ഉപദേശം തരാം. നീ ആലീസുമായി കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അത് നിനക്ക് ദോഷം ചെയ്യും. കുട്ടേട്ടനും അത് പറഞ്ഞു, പക്ഷെ ആലീസ് ഒരു കുഴപ്പക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. എന്നോടാണോ ഈ പറയുന്നത്? അച്ഛാ, ഇന്ന് കുട്ടേട്ടന്റെ അമ്മായി അമ്മാവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കണമെന്ന്. ആര്? ശേഖരനോ? അവരാദ്യമായിട്ടാ ഇങ്ങോട്ട് വരുന്നത്. അവൻ ഇതിനു മുമ്പ് എന്റെ വീട്ടിൽ വന്നിരുന്നു. അവനൊരു ഭക്ഷണപ്രിയനാണ്. ഒറ്റയിരിപ്പിന് 4 കോഴിയെ വരെ തിന്നുകളയും. അവന്റെ തീറ്റ കണ്ടാ തോന്നും കഴിഞ്ഞ 2 വർഷമായി അവൻ പട്ടിണി കിടക്കുകയായിരുന്നു. എന്തിനാച്ചാ ആൾക്കാർ ഇങ്ങനെ വെറുതെ കുറ്റം പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് മകളെ. ഇന്ന് വന്നതിരിക്കട്ടെ, ഇനി മേലിൽ ഇത് പ്രോത്സാഹിപ്പിക്കരുത്. പ്രോത്സാഹിപ്പിച്ച ഈ വീട് വിറ്റ് ഞാൻ അവന് കോഴിയെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അവിടുത്തെ പോലെ ഇവിടെയും സുലോചന
എന്തുപറ്റി പതിവില്ലാതെ ഇങ്ങോട്ട്? ഓമനക്കുട്ടൻ വന്നില്ലേ? വന്നില്ല. കുട്ടിയുടെ ഭയങ്കര തിരക്ക്, ഒറ്റയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. എന്ത് തിരക്ക്? പുതിയ എന്തൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. എന്ത് ബിസിനസ്? പടക്ക കച്ചവടം. പടക്ക കച്ചവടോ? അത് കൊള്ളാം. അച്ഛനും പറഞ്ഞു കൊള്ളാന്ന്. പടക്കമാകുമ്പോ പെട്ടെന്ന് പൊട്ടിക്കോളുമല്ലോ. എന്താ പതിവില്ലാതെ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ആലീസ് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ? അത് കഴിച്ചപ്പോഴേ എനിക്കൊരു ആഗ്രഹം അതുപോലെ ഉണ്ടാക്കാൻ പഠിക്കണമെന്ന്. ആലീസ് പറഞ്ഞായിരുന്നു. നാളെ ഞങ്ങളുടെ വീട്ടിലെ 2 ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ കുട്ടികളുടെ ഒരേ നിർബന്ധം അതുപോലത്തെ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ആലീസിനെ ഞാൻ വിളിച്ചു. അപ്പൊ ആലീസ് തിരക്കാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നേരിട്ട് ഒന്ന് പഠിക്കാന്ന് കരുതി. നന്നായി. ആലീസ് പുറത്തു പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. അത് സുലോചന വരുമെന്ന് നമ്മള് പ്രതീക്ഷിച്ചില്ലല്ലോ, അതുകൊണ്ടാ. ദാ ചിക്കനും അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ആലീസ് കറി വയ്ക്കുമ്പോ കൂടെ നിന്ന് പഠിക്കാമല്ലോ. അയ്യോ, ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചത്? ഞാൻ വാങ്ങിക്കുമായിരുന്നല്ലോ. അത് സാരമില്ല. ആലീസ് വരുമ്പോഴേക്കും കറിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെക്കാം. അപ്പൊ അത്ര എളുപ്പമായല്ലോ. അയ്യോ, ആലീസ് ഇപ്പൊ വരും. കുഴപ്പമില്ല, ഞാൻ എല്ലാം മുറിച്ച് വെച്ചേക്കാം. ആ ലെറ്റർ എഴുതിയത് ഇച്ചാനാണെന്നാ സുലോചന വിചാരിച്ചത്. അതിന്റെ അർത്ഥം എന്തുവാ? എന്തുവാ? ഇച്ചായനോട് പണ്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നൂന്ന്. വേണ്ടാത്ത പറയരുത് കേട്ടോ നീ. ഞാൻ എന്തോ പറഞ്ഞത്? ഇപ്പൊ ഇഷ്ടമില്ല, അന്നുണ്ടായിരുന്നല്ലേ പറഞ്ഞത്. കർത്താവേ, അയ്യോ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ആലീസ് വന്നിട്ട് പണി തുടങ്ങാം, അതല്ലേ നല്ലത്? എന്തിനാ? ആലീസ് വരുമ്പോ ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെക്കാം. അപ്പൊ ആലീസ് വന്നോണ്ട് നമുക്ക് പണി തുടങ്ങാലോ. മാത്രമേ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, വീട്ടിൽ കാര്യങ്ങളുണ്ട്. ആണല്ലേ? അല്ല അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് ഈ ആലീസിന്റെ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ ആലീസ് ഈ ചിക്കൻ കട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയില്ല. അപ്പൊ ആലീസ് ഒന്ന് കട്ട് ചെയ്താലേ അത് ശരിയാവത്തുള്ളൂ. ഈ കട്ട് ചെയ്താൽ എന്തിരിക്കുന്നത്? ഞാൻ കട്ട് ചെയ്താലും ശരിയാവും. കട്ട് ചെയ്യുന്നതിൽ ഉണ്ടെന്നേ. അതായത് ആലീസിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഈ ഇറച്ചി ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്താലേ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ആലീസ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും, പഠിക്കുകയും ചെയ്യും. ഈ കട്ട് ചെയ്യുന്നതും ചിക്കൻ കറിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അയ്യോ, ബന്ധമുണ്ട്. നമുക്ക് ഇവിടെ ഭയങ്കര ചൂടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിരിക്കാം. പുറത്താകുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചിട്ട് സംസാരിക്കുകയും ചെയ്യാം. ജോർജ് കുട്ടി പോയിരുന്ന് കാറ്റുകൊണ്ടെന്ന് സംസാരിച്ചു. ഞാനിപ്പോ അരിഞ്ഞു വെച്ചേ. അല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചായിരിക്കും പ്രാന്താണെന്ന് വിചാരിക്കും. ജോർജ് കുട്ടി, എനിക്ക് ആ പോയിട്ട് അത്യാവശ്യമാണ്. ഞാനത് അരിഞ്ഞു വെക്കാം. അപ്പൊ ആലീസ് വരുമ്പോ നമുക്ക് പണി തുടങ്ങാമല്ലോ. അല്ല, അങ്ങനെ അല്ല കട്ട് ചെയ്യണ്ട. ഇങ്ങനെ അല്ല കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നു തോന്നുന്നു. വന്നു. പവിത്രം വന്നത് നന്നായി. ഞാനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്നാ ഒരു കുരിശ് വീട്ടിൽ ഒന്ന് കയറിയിട്ടുണ്ട്. കുരിശോ? ഏതോ കുരിശു? സുലോചന. എന്നാ അവർക്ക് ഇവിടെ വരാൻ മേലേ? അവരിവിടുത്തെ ഹൗസ് ഓർഡർ അല്ലേ? അവർക്ക് എപ്പോ വേണം വരാൻ പോകാം. നല്ല ബെസ്റ്റ് ആയിരിക്കും. വരുന്നതിനും പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പ്രശ്നം എന്താണെന്നറിയാവോ? പ്രശ്നം ആലീസ് ഇവിടെ ഇല്ല. അയ്യോ, ആലീസ് ഇവിടെ ഇല്ലേ? ഇല്ലെന്നേ. എന്റെ ദൈവം, ആലീസ് ഇല്ലാത്ത നേരത്തെ ഇവരും കൂടെ തരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ആലീസ് വെക്കുന്ന ഏതോ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടത്രേ. അത് അവർക്ക് പഠിക്കണമെന്ന്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ. അവർക്ക് നേരിട്ട് വന്ന് പഠിക്കണമെന്ന് പറഞ്ഞു ഒരു ചാക്ക് സാധനമായിട്ട് വന്നിരിപ്പുണ്ട്. ദൈവമേ, എന്നാ അത് വിട്ടേരാ. അത് കറി വെക്കാൻ വേണ്ടിയിട്ടില്ല. അത് വലിയ കാശുള്ള കേസല്ല. വീടാനോ? പവിത്രനൊരു കാര്യം അറിയാവോ? ആലീസിന് ഈ സുലോചന ഇഷ്ടമല്ല. നിങ്ങളുടെ പെണ്ണുപിള്ളക്ക് പിന്നെ ആരെയും ഇഷ്ടം? ഒരു ചെറുപ്പക്കാരികളെ ഇഷ്ടമല്ല. അവളുടെ വിചാരം ഞാനെന്തോ കാമദേവനാണ്, എല്ലാ പെണ്ണുങ്ങളും എന്നെ പ്രേമിക്കാൻ നടക്കുന്നതാണ്. ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചപ്പോഴും സുലോചനയെ തെറി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ സുലോചനയോട് പറഞ്ഞതാണ് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന്. കേട്ടില്ല. നേരെ അകത്ത് പോയി കറിക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു അന്യ സ്ത്രീ അടുക്കളയിൽ കയറി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആലീസ് കണ്ടാലുള്ള അവസ്ഥ എന്നാ? ഏതായാലും സാറിന്റെ ഡ്രസ്സ് കിടുക്കാച്ചിയായിട്ടും. താങ്ക് യു. അന്യ സ്ത്രീ പെരക്കകത്ത് പെണ്ണുമ്പിള്ള ഇവിടെ ഇല്ല. ആ സമയത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സ്, നിക്കറ്. അയ്യോ, എന്റെ പൊന്നു സാറേ, എനിക്ക് വേറെ പരിപാടിയുണ്ട്. ഞാനിത് ശ്രദ്ധിച്ചില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങളുടെ ഭാര്യ ആലീസ് വരുമ്പോ ആലീസ് ശ്രദ്ധിച്ചോളും. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ തടിയും കൂടെ കേടാവും. മുന്നോട്ടുള്ള യാത്രയും ഞാൻ സന്തോഷിക്കുന്നു. പവിത്ര പോരുത്. പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെ ആലീസ് വരുമ്പോ പവിത്ര എനിക്കൊരു ധൈര്യമാണ്. ധൈര്യം? നിങ്ങളുടെ ഭാര്യ വരാൻ നേരത്തെ ഇതിന്റെ ഈ റൂട്ടിലൊന്നും കാണുമൊന്നുമില്ല. ആലീസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴേ ഇത് വേറെ റൂട്ടിൽ കൂടെ എടുക്കും. വീടിനകത്തൊരു പെണ്ണും 2 ആണുങ്ങളും. എന്റെ പൊന്നു മോനെ, ഇതൊക്കെ നാണം കെട്ട ഇടപാടാ. എനിക്ക് വേറെ കാര്യമുണ്ട്. സാറിന്റെ കാര്യം നോക്കും. പവിത്ര നിക്കറെങ്കിലും മാറ്റാം. അവിടുത്തെ പോലെ ഇവിടെയും
കട്ട് ചെയ്ത് തീർന്നായിരുന്നോ? ഇല്ല, കുറച്ചുകൂടി ഉണ്ട്, ഒരു 10 മിനിറ്റ്. ആലീസ് വരുമ്പോഴേക്കും എല്ലാം തീരും. ആലീസ് വരുമ്പോഴേക്കും എല്ലാം തീരും. എന്താ? അല്ല, അപ്പൊ ആലീസും കൂടെ വന്നിരുന്നെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് പെട്ടെന്ന് തീർക്കാമല്ലോ. ജോജുട്ടി, എന്തോ? ചായ വേണോ? ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് ആലീസ് എനിക്ക് ഇട്ട് തരും. ഏ? ആ, ഇത് എന്റെ വീടാണല്ലോ. സുലോചന പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ച സുലോചനയുടെ വീടാണ്. ഇതെന്താ മുണ്ടൊക്കെ വേഷമൊക്കെ മാറിയോ? ആ, വേഷം എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷെ മറ്റേതായിരുന്നു നല്ലത്. ഷോർട്സ് പെട്ടെന്ന് കൊടുത്തപ്പോ നെഞ്ചിലായി പോയി. നമുക്കേ വരാന്തയിലിരുന്ന് സംസാരിച്ചാലോ? ജോർജ് കുട്ടി, ഇവിടെ നിന്ന് സംസാരിക്കാം. അപ്പൊ എന്റെ പണിയും നടക്കൂല്ലോ. സംസാരിച്ചോ. വരാന്തയിൽ നല്ല കാറ്റാ. കാറ്റത്തിരുന്ന് സംസാരിക്കുന്ന ഒരു പ്രത്യേക സുഖാ. അല്ല, അപ്പൊ പണി തീരണ്ടേ? അതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് സംസാരിക്കും. അരിഞ്ഞത് മതി. കുറച്ചുകൂടി കേട്ടു, കുറച്ചുകൂടി. ഇച്ചായ ആ, അയ്യോ അയ്യോ, വന്നു ആലീസ്. ആലീസ് ഒന്നുമല്ലേ? വന്ന് 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 അല്ല, ഇത് ആലീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നാളെ കണ്ടിട്ട്. വരുവാ. എന്ത് പിന്നെ എന്തൊക്കെയുണ്ട്? ചുരിദാറൊക്കെ തയ്ച്ചോ? ഇതെന്തൊരു കൂത്ത്? എന്തു പറ്റി? ചുരിദാർ തയ്ച്ചില്ലേ? ചുരിദാർ തയ്ച്ചു കിട്ടിയില്ലല്ലോ. അവിടെ കൊണ്ടുപോയി കൊടുത്ത് അളവെടുത്ത് ഇനി അവർ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തരും. ഒരാഴ്ചയോ? ഒരു ചുരിദാർ തയ്ക്കാനോ? അവനെന്താ ടൈലർ ആണോ? അവിടെ കൊടുക്കണ്ടായിരുന്നു. നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? എന്താ ഇച്ചായ? എന്തു പറ്റി? അല്ല, ചുരിദാറിനൊക്കെ ഒരാഴ്ച എടുക്കാന്ന് പറഞ്ഞാൽ അവന് ഈ പണി അറിയില്ലെന്നല്ലേ അർത്ഥം? ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ സാധനം തരാറ്? എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ. പൊടി കൊടുന്ന്. എന്റെ പൊന്നുമോളെ, ഇച്ചാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. പറയട്ടെ? പറ. പുറത്ത് വെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? വെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പോയി നോക്കിട്ട് വരാം. നോക്കണ്ട, പറഞ്ഞാ മതി, എനിക്ക് വിശ്വാസം. എന്തു വെച്ചാൽ നിന്ന് താളം ചവിട്ടാതെ കാര്യം പറ. ഞാൻ എന്റെ ഇച്ചാൻ ഞാൻ അകത്ത് പോയി ഇരുന്നോളന്ന്. ഇവിടെ ഇരിക്കും. എന്താ എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട്. നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ ക്ഷീണിച്ചു. കാര്യം പറയുന്നു. പറയാം. കാര്യം കേക്കണേ. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവാ. അത് എന്റെ പൊന്നുമോള് സംയമനത്തോടെ കേട്ട് ഒരു ധാരണയിലെത്തണം. ഓ, ഞാൻ കേട്ടോളാം. കൈ പിടിച്ചായ. അല്ല, കാര്യം പറഞ്ഞില്ല. ഇച്ചായ അകത്ത് വന്ന് പറയാന്ന്. അകത്തല്ല, ഇവിടെ എന്താണ് പറയേണ്ടത്? ഇതെന്തൊരു കോലമാണത്? ഞാൻ അങ്ങോട്ട് പോയപ്പോ ബെർമുഡായിരുന്നു ഇട്ടിരുന്നത്. എപ്പോഴാണ് മുണ്ടെടുത്ത് കൊടുത്തത്? നല്ല പരുവം. ഇപ്പൊ കണ്ടാലും പറയും ഡോക്ടറാണെന്ന്. വാ ഇങ്ങോട്ട്. സുലോചന എന്താ ഇവിടെ? ഫോൺ വിളിച്ചപ്പോ ആലീസ് തിരക്കാന്ന് അറിഞ്ഞില്ലേ? പിന്നെ നേരെ എങ്ങി പോന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആലീസ് ഇവിടെ ഇല്ലാന്ന്. എനിക്ക് പിന്നെ ചെയ്യാവുന്ന ജോലിയൊക്കെ തീർത്തു വെക്കാന്ന് വിചാരിച്ചു. ഓഹോ, അത് വലിയ കാര്യമായി പോയല്ലോ. ഞാൻ ഇവിടെ ഇല്ലാത്ത നേരത്ത് എന്റെ അടുക്കളയിൽ കയറിയിട്ട് വീട്ടുകാരിയാവാനുള്ളൊരു ശ്രമം. അയ്യേ, ഇത് ഭയങ്കര മോശമായി പോയി സുലോചനെ. നിങ്ങളുടെ കുടുംബത്തൊക്കെ ഇങ്ങനെയാണോ? അയ്യോ ആലീസേ, നമ്മൾ തമ്മിൽ അങ്ങനെയാണോ? ഒന്നുമില്ലെങ്കിലും ഇവിടെ താമസിക്കുന്നത് ജോർജ് കുട്ടിയല്ലേ? അതുകൊണ്ട് ഈ ജോർജ് കുട്ടി എന്ന് പറയുന്നതേ എന്റെ ഭർത്താവാണ്. അല്ലാന്നാരും പറഞ്ഞില്ലല്ലോ. സുലോചനെ, ഈ വീടിന്റെ ഉടമസ്ഥരൊക്കെ നിങ്ങളായിരിക്കും. ഞങ്ങൾ ഇവിടുത്തെ വാടകക്കാര്, അതൊക്കെ സമ്മതിച്ച്. പക്ഷെ ഞങ്ങളുടെ അനുവാദം വാങ്ങിച്ചിട്ട് വേണം വീട്ടുടമസ്ഥർ വീട്ടിലോട്ട് കയറാനായിട്ട്. മനസ്സിലായോ? ഇറങ്ങിക്കോ ഇവിടുന്ന്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇറങ്ങാൻ. ആലീസ്, അല്ലെങ്കിലും സുലോചനയ്ക്ക് എന്റെ ഇച്ചായനോട് പണ്ടേ ഒരു കണ്ണുള്ള കഥയൊക്കെ എനിക്കറിയാം. ഇപ്പൊ പിന്നെ ഭയങ്കര സൗകര്യമായല്ലോ. അതുകൊണ്ടായിരിക്കും ഇച്ചായൻ എന്റെ സമ്മതം വാങ്ങിക്കാതെ ഈ വീട് തന്നെ വാടകയ്ക്ക് എടുത്തത്. കൂടും കൊടുക്ക എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോ. എനിക്ക് ദേഷ്യം വന്ന് നിൽക്കുവാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചൂലെടുക്കും. എന്റെ ടെമ്പർ തെറ്റിക്കരുത്. പൊക്കോ. അയ്യോ ആലീസ്, അങ്ങനെ ഒന്നും പറയല്ലേ ആലീസ്. ഇറങ്ങിക്കേ. ഇനി ഈ വീട്ടിലോട്ട് എങ്ങനെ കാല് കുത്തിയിട്ടുണ്ടെങ്കിലായിരിക്കും എന്റെ തനി സ്വഭാവം അറിയും. ഇറങ്ങി പോവാൻ. എന്റെ ദൈവം, ഇത് എന്ത് ചെയ്യുവാ? സുലോചനയുടെ ഫോൺ വന്നപ്പോ തന്നെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു. ഇത് വരുമായിരുന്നെങ്കിൽ രാവിലെ ഒന്ന് വിളിച്ച് പറയണ്ടായിരുന്ന. ഞാൻ എങ്ങും പോവാൻ നിന്നേനല്ലോ. ഞാനും അറിഞ്ഞിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആലീസ് ഇവിടെ ഇല്ലാന്നുള്ള കാര്യം. ഇതെന്തിനാ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്? എല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ തമ്മിൽ അതൊക്കെ നോക്കണോ? ഞാൻ ടൈലറിംഗ് ഷോപ്പിൽ നിന്നപ്പോഴേ സുലോചനയുടെ ഫോൺ വന്ന് അപ്പോഴേ ഇങ്ങോട്ട് ഓടിപ്പോന്നു. കേട്ടോ സുലോചനെ,
ഞാൻ വന്ന് കയറിയപ്പോഴേ ഇച്ചായൻ എന്നോട് പറഞ്ഞില്ല സുലോചന ഇവിടെ ഉള്ള കാര്യം. എന്ത് സസ്പെൻസ് ഇട്ടാണോ? സസ്പെൻസ് ആയിരുന്നു, അല്ലാത്ത സസ്പെൻസ് ആയിരുന്നു. ഇത്രയും സസ്പെൻസ് എന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റൂല. എന്താ വിട്ടിരിക്കുന്നു? അതല്ല, എനിക്കൊരു ചായ എടുക്കുവോ? ചായ വേണം. ക്ഷീണം ഒന്ന് മാറട്ടെ. ചായ തരാലോ. എപ്പോഴും ചായ വേണം. എന്റെ ചായ ഭയങ്കര ഇഷ്ടമാ. നല്ല ചായ. കഴിഞ്ഞു കഴിഞ്ഞാ? ആ കഴിഞ്ഞു. നന്നായി.